രണ്ട് റകഅത്തുള്ള നമസ്കാരം എടുക്കുമ്പോ അത്തഹിയ്യാത്ത് ഇരിക്കുമ്പോ ഇഫ്തിറാഷിന്റെ ദിവസം തന്നെ ഇരിക്കാൻ പറ്റുമോ? തവറുക്കിന്റെ ദിവസം ഇരിക്കാൻ പറ്റുമോ? നമ്മൾ 2 റകഅത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്ത് ഏത് ഇരുത്തമാണ് ഇരിക്കേണ്ടത്? ഇഫ്തിറാഷിന്റെ ഇരുത്തമാണോ അല്ലെങ്കിൽ തവറുക്കിന്റെ ഇരുത്തമാണോ? ഇവിടെ 2 രൂപത്തിലുള്ള ഇരുത്തങ്ങളുണ്ട്. അതിൽ 2 തശഹുദ് വരുന്ന നമസ്കാരങ്ങളാണെങ്കിൽ മാത്രമാണ് തവറുക്കിന്റെ ഇരുത്തുള്ളത്. ഇപ്പൊ മഗ്രിബ് നമസ്കാരം പോലെ, അതല്ലെങ്കിൽ ഇശാ നമസ്കാരം, ളുഹർ നമസ്കാരം, അസ്ർ നമസ്കാരം പോലെ 3 റകഅത്തോ 4 റകഅത്തോ ഉള്ള 2 തശഹുദ് വരുന്ന നമസ്കാരങ്ങളിൽ മാത്രമാണ് അവസാനത്തെ റകഅത്തിൽ നമ്മൾ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്. അതല്ലാത്ത ഒരു തശഹുദ് ഉള്ളതും 2 റകഅത്തിൽ അവസാനിക്കുന്നതുമായ ഏത് നമസ്കാരങ്ങളാണെങ്കിലും ആ നമസ്കാരങ്ങളിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അപ്പൊ സുബഹി നമസ്കാരമാണെങ്കിലും 2 റകഅത്തുള്ള സുന്നത്ത് നമസ്കാരമാണെങ്കിലും ഒക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തം, അതായത് ഇടത്തെ കാല് വിരിച്ചു വെച്ചിട്ട് അതിലിരിക്കുകയും വലത്തെ കാല് നാട്ടിവെക്കുകയും ചെയ്യുന്ന ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുത്തം 2ാമത്തെ റകഅത്തിലും അതുപോലെ തന്നെ ഒരു തശഹുദുള്ള നമസ്കാരങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഫ്തറഷ, ഈ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നു എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പിന്നെ 2 തശഹുദുള്ളതും അതുപോലെ തന്നെ 3ഓ അതിൽ കൂടുതൽ റകഅത്തുകളോ ഉള്ളതിൽ അവസാനത്തെ റകഅത്തിലും അയാൾ തവറുക്കിന്റെ ഇരുത്തം. അപ്പൊ ഈ സഹോദരി ഇവിടെ ചോദിച്ച ചോദ്യം 2 റകഅത്തുള്ള പിന്നെ സുന്നത്ത് നമസ്കാരമാണ്. അപ്പൊ ആ സുന്നത്ത് നമസ്കാരത്തിൽ ഒരു തശഹുദ് മാത്രമേ വരുന്നുള്ളൂ, 2 റകഅത്തിൽ അവസാനിക്കുകയാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ തശഹുദിന്റെ ഇരുത്തത്തിൽ അയാൾ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്.